ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് അടിപൊളി ഒരു 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഞാൻ 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഇത് കണ്ടല്ലോ, ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് വളരെ നൈസായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തതിലോട്ട് ഞാനിതാ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കണം വെള്ളം ഉപയോഗിച്ചിട്ട്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് എല്ലാം പോയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. കഴുകിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് നല്ല രീതിക്ക് എടുക്കണം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടും. എന്നാൽ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം ഉണ്ടാവണം. ഇനി നമുക്ക് എന്താ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങിലോട്ട് കുറച്ച് മല്ലിയില ഒന്ന് ചേർക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് ലാസ്റ്റ് കിട്ടാനായിട്ടേ. അതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ 2 നമ്മുടെ ഇതെടുക്കുന്നുണ്ട്, വെളുത്തുള്ളി. ആ ഒരു വെളുത്തുള്ളി 2 എണ്ണം നമുക്ക് ഇതിലോട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ മല്ലിയില ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പുതിനയില എടുക്കാം, കറിവേപ്പില എടുക്കാം, ഏതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഒന്ന് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഞാൻ ജീരകമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് നമ്മൾ ഗരം മസാല വേണമെങ്കിലും ചേർക്കാം. പക്ഷേ നമ്മൾ ജീരകം ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിതിലോട്ട് നമ്മുടെ കോൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഉപയോഗിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു ചെറിയൊരു നനവ് നമ്മൾ ഉരുളക്കിഴങ്ങിൽ തന്നെ ഉണ്ടാവും. ആ ഒരു നനവ് വെച്ചിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓയിലൂടെ മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല എങ്കിൽ ഒരു മൈദയും അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. വളരെ ക്രിസ്പി ആയിട്ട് നിങ്ങൾക്കിത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്താണെന്ന് വെച്ചാൽ പറയണം. അടിപൊളി രുചിയാണ്, കഴിക്കാനായിട്ടും അതുപോലെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം. വളരെ ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.